കേസേറെയുണ്ട്, പക്ഷേ കാര്യമുണ്ടാകുന്നില്ല. ആലപ്പുഴ ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിലും പ്രതി സെബാസ്റ്റ്യൻ അറസ്റ്റിൽ. ക്രൈംബ്രാഞ്ച് ജയിലിൽ എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കോട്ടയത്തെ ജൈനമ്മ കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുകയായിരുന്നു സെബാസ്റ്റ്യൻ. ഇപ്പോൾ ബിന്ദു തിരോധാന കേസ് കൊലക്കേസായി മാറിയതിന് പിന്നാലെയാണ് ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കൊലപാതക കേസിൽ സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ചേർത്തല കോടതിയിൽ നേരത്തെ അന്വേഷണ സംഘം അപേക്ഷ നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയതായും സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തതായും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. കാണാതായ 2006 തന്നെ ബിന്ദു കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിന്ദുവിന്റെ മൃതദേഹമടക്കം കണ്ടെത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമാണ് സെബാസ്റ്റ്യനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത്. 2021 ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടതായി നിഗമനത്തിലെത്തിയെങ്കിലും സംശയനിഴലിലായ സെബാസ്റ്റ്യനെതിരെ അന്ന് കൊലപാതക കേസ് എടുത്തിരുന്നില്ല. 2017 സെപ്റ്റംബറിൽ ബിന്ദുവിന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് നൽകിയ പരാതിയിൽ ആദ്യം പട്ടണക്കാട് പോലീസാണ് അന്വേഷണം നടത്തിയത്. പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. പ്രാഥമിക അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ ഒന്നാം പ്രതിയാക്കി തട്ടിപ്പ്, ആൾമാറാട്ടം, തിരിമറി തുടങ്ങി 3 കേസുകൾ എടുത്തിരുന്നു. നിലവിൽ ചേർത്തല പോലീസ് പുനരന്വേഷിക്കുന്ന ചേർത്തല സ്വദേശിനി ഐഷയെ കാണാതായ കേസിലും സെബാസ്റ്റ്യൻ സംശയനിഴലിലാണ്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.